ഡേവിൾസ് ലവ്, രചന നന്ദന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഒരു നിമിഷം നാരായണന്റെ നാവിൽ നിന്ന് വീണ വാക്കിൽ കേട്ട് അവൾ തറഞ്ഞിന്ന് പോയി. ഈശ്വര, അമ്മാവനെന്തീ പറയുന്നത്? സ്വന്തം മകന്റെ കുഞ്ഞിനെ കൊന്നുകളയാനോ? കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ അങ്ങനെ തന്നെ നിന്നുപോയി. അപ്പോഴേക്കും ഗോവിന്ദന്റെ ശബ്ദം അവളുടെ കാതിലേക്ക് വന്ന് പതിഞ്ഞു. അത് വേണം നാരായണ. ഒരിക്കലും ആ കുഞ്ഞ് പുറലോകം കാണാൻ പാടില്ല. സൂര്യമംഗലത്ത് അനന്തരാവകാശം ഒരിക്കലും ആ പിഴച്ചവളിലൂടെ അല്ല ജന്മം എടുക്കേണ്ടത്. അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മകളിലൂടെ വേണം പിറവിയെടുക്കാൻ. ഗോവിന്ദൻ ക്രൂരമായി പറഞ്ഞു. നാരായണൻ ഒന്ന് പുഞ്ചിരിച്ചു. അതങ്ങനെ തന്നെ നടക്കും ഗോവിന്ദ. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഈ കളികളൊക്കെ കളിച്ച്. അവൾക്ക് സൂര്യമംഗലത്തെ കെട്ടിലമ്മയായി വാഴണം പോലും ആഷ്ടിക്ക് വകയില്ലാത്ത ദരിദ്രവാസികളുടെ മോഹം. അയാൾ പല്ലിയരിച്ചുകൊണ്ട് നിലത്തേക്ക് ആഞ്ഞു നോപ്പി. നിനക്കറിയോ ഗോവിന്ദ, അന്ന് അവളെയാണ് അവൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അവളെ കൊന്നുകളയാനുള്ള ദേഷ്യമായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ ഞാനിന്ന് എടുത്തിയാടിയിരുന്നെങ്കിൽ സൂര്യൻ പിന്നെ മുന്നും പിന്നും നോക്കില്ലായിരുന്നു. വേണമെങ്കിൽ അവളെയും വിളിച്ചുകൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ അവൻ മടിക്കില്ല. അതെനിക്കറിയാവുന്നോണ്ടാ പറ്റിയൊരവസരത്തിനായി ഞാൻ കാത്തിരുന്ന്. അതിനുവേണ്ടിയാ ആ ജോൽസിനെ കണ്ട് കുറച്ച് കാശ് കൊടുത്ത് അവരുടെ കല്യാണം 1 വർഷത്തേക്ക് നീട്ടിവെപ്പിച്ചത്. അയാൾ ഒരു പൂച്ചച്ചിരിയോടെ പറഞ്ഞു. ഗോവിന്ദന്റെ ചുണ്ടിൽ അതേ പൂച്ചച്ചിരി കളിഞ്ഞു. പിന്നെ അവളിൽ നിന്ന് അവൻ എങ്ങനെ അകറ്റണം എന്ന് ആലോചിച്ചുകൊണ്ടുന്ന സമയത്താ ദൈവമായിട്ടന്ന് ആ കേസ് ഉണ്ടാക്കി തന്ന്. ആ പേരും പറഞ്ഞ് അവളെ അവനെ അകറ്റാനായി അവളുടെ ചേച്ചിയുടെ സഹായത്തോടെ ഞാൻ ഓരോന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോഴായിരുന്നു ആ നശിച്ചവള് ഗർഭിണിയാണെന്ന് അറിയുന്നത്. അയാൾ കടപ്പൽ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഗോവിന്ദന്റെ മുഖത്തും ദേഷ്യം ഇരച്ചു കയറി. അതോടെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു. പിന്നെ ഞാനും നോക്കിയിരുന്നില്ല. ആ വിനയനും അവളും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് ചെറിയ കഥയും ഉണ്ടാക്കി. പിന്നെ കുറെ തെളിവുകൾ അവനെ കാണിച്ചപ്പോൾ അവൻ അതിൽ വീണു. പിന്നെ നമ്മുടെ തെളിവുകൾ അത്രയ്ക്ക് അങ്ങ് സ്ട്രോങ് ആയി തന്നെ ആയിരുന്നല്ലോ. വിനയനെ കെട്ടിപ്പിടിക്കുന്ന രേവതി, അവനെ ചുംബിക്കുന്ന രേവതി, അതൊക്കെ കണ്ട ആരാ വിശ്വസിക്കുക? അയാൾ ഗോവിന്ദനെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. നീ അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്ത്. നീ ആ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഗോവിന്ദൻ പറഞ്ഞിട്ട് നാരായണ അയാളെ സംശയത്തോടെ നോക്കി. ആ ഫോട്ടോ നോക്കിയാ വിനയനും രേവതിയും തമ്മിൽ അടുപ്പുള്ള പോലെ തോന്നു. സത്യത്തിൽ നിനക്ക് ആ ഫോട്ടോ എങ്ങനെയാ കിട്ടിയത്? രേവതി അറിയാതെ അവളെ വെച്ച് അങ്ങനെ ഫോട്ടോ എടുക്കാൻ കഴിയില്ലല്ലോ. ഗോവിന്ദൻ ചോദിച്ചു. നാരായണന്റെ ചുണ്ടിൽ പുച്ഛം കലർന്ന ചിരി കളിഞ്ഞു. അതിനത് രേവതിയാണെന്ന് ആര് പറഞ്ഞു? അയാൾ ഒരു ചിരിയോടെ ചോദിച്ചു. ഗോവിന്ദൻ നെറ്റി വിളിച്ചുകൊണ്ട് അയാളെ നോക്കി. പിന്നെ ആരാത്? പാർവതി. രേവതിയുടെ മുഖച്ഛായുള്ള അവളുടെ സ്വന്തം സഹോദരിയായ പാർവതി. അയാൾ പറഞ്ഞിട്ട് ഗോവിന്ദൻ അത്ഭുതത്തോടെ അയാളെ നോക്കിയിരുന്നു. അതേടോ, അവളുടെ ചേച്ചി പാർവതി തന്നെയാത്. ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞപ്പോ ആദ്യം അവള് സമ്മതിച്ചില്ലെങ്കിലും കുറച്ച് കാശ് വാരി എറിഞ്ഞു കൊടുത്തപ്പോൾ അവള് കണ്ണും പൂട്ടി സമ്മതിച്ചു. അല്ലെങ്കിലും പണം കണ്ടാ വീഴാത്ത മനുഷ്യരില്ലല്ലോ. അവിടെ രക്തബന്ധങ്ങൾക്ക് പോലും വിലയുണ്ടാവില്ല. അയാൾ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൂട്ടിയൻ ചിരിച്ചു. പിന്നെ അവിടെ കെട്ടിയോൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഏത് കെട്ടിയോനാ പ്രോത്സാഹിപ്പിക്കുക? നാരായണൻ പറഞ്ഞതിനെ പൂർത്തിയായിക്കൊണ്ട് ഗോവിന്ദനും പറഞ്ഞു. കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടന്നുവെങ്കിലും അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാ അവളുടെ വയറ്റിൽ വളർന്ന സൂര്യന്റെ ആ നശിച്ച വിത്തായിരുന്നു. അതും ആ വിനയന്റെ ആണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു. പക്ഷേ ആ കാര്യത്തിൽ മാത്രം അവൻ അവൾ അവിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വേണമെന്ന് അവൻ വാശി പിടിച്ചു. പ്രസവശേഷം അവൻ ആ കുഞ്ഞിനെ സൂര്യമംഗലത്തേക്ക് കൊണ്ടുവരും അത്രേ. അതിനീ സൂര്യമംഗലത്ത് നാരായണവർമ്മ മരിക്കണം. അയാൾ വലിഞ്ഞു മുറിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് അവളെ പ്രസവത്തിനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ ഞാൻ വിവരം അറിഞ്ഞതാ. അവളെ നോക്കുന്ന ആ ഡോക്ടറില്ലേ, അവൾ എൻ്റെ ആളാ. വയറ്റീന്ന് പുറത്തേക്ക് എടുക്കുന്ന നിമിഷം തന്നെ ആ നശിച്ച ജന്തുവിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനാ ഞാൻ ആദ്യം അവനോട് പറഞ്ഞ്. പക്ഷെ പിന്നെ തോന്നി അങ്ങനെ ചെയ്ത അത് അബദ്ധാവെന്ന്. അതെങ്ങനെ? അയാൾ പറഞ്ഞിട്ട് ഗോവിന്ദൻ സംശയത്തോടെ ചോദിച്ചു. ജനിച്ച ഉടനെ കുഞ്ഞ് മരിച്ചു പോയാൽ ചിലപ്പോ സൂര്യൻ അവളോട് സിമ്പതി തോന്നാം. ചിലപ്പോൾ അവളുടെ കരച്ചിലും പിഴിച്ചിലും കൂടെ ആവുമ്പോൾ അവനെല്ലാം മറന്നുകൊണ്ട് അവളെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാവും. അത് പാടില്ല. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും? അയാൾ പറഞ്ഞിട്ട് ഗോവിന്ദൻ പിന്നെയും സംശയത്തോടെ ചോദിച്ചു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഡോക്ടറോട് ജനിച്ച 1 അരമണിക്കൂർ കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് അങ്ങ് കൊന്നുകളയാൻ പറഞ്ഞത്. അതാവുമ്പോൾ കുറ്റം അവിടെ തലയിൽ കെട്ടിവെക്കാം.
അവള് മനഃപൂർവ്വം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞാണെന്ന് വരുത്തി തീർത്താൽ മതി. അതാ ഡോക്ടറെ കൊണ്ടുകൂടി പറയിപ്പിച്ച അതോടെ തീരും സൂര്യന്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്ന അവസാന തരി സ്നേഹവും. അതോടുകൂടി പിന്നെ അവളെന്ന് അവന് വെറുക്കപ്പെട്ടവള് തന്നെ ആയിരിക്കും. അതും പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ഗോവിന്ദൻ ആ ചിരിയിൽ പങ്കുചേർന്നു. വാതിലിന് പുറത്തുനിന്നും നാരായണന്റെയും ഗോവിന്ദന്റെയും ക്രൂരമായ വാക്കുകൾ കേട്ട രാജേശ്വരിയുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീര് ഒഴുകിയിറങ്ങി. താൻ സ്നേഹിച്ച ബഹുമാനിച്ച തന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മാവനും ഇത്രത്തോളം ക്രൂരനായ ഒരു മനുഷ്യനാണെന്ന് അവൾ തറഞ്ഞു നിന്നുപോയി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങനെ തന്നെ നിന്നുപോയി. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു നവജാത ശിശുവിന്റെ കരച്ചിൽ കടന്നു വന്നു. പെട്ടെന്ന് ഏതോ ഓർമ്മയിൽ അവളൊന്ന് ഞെട്ടി. ഇല്ല, ആ കുഞ്ഞിനൊന്നും വരാൻ പാടില്ല, ഞാൻ സമ്മതിക്കില്ല. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് ഓടി. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നെന്നോ തന്റെ പിന്നാലെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പോലും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ കണ്ണിലും മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ എത്രയും പ്രിയപ്പെട്ട സൂര്യന്റെ കുഞ്ഞിനെ ഒരാപത്തും കൂടാതെ രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രം. ഇടവഴിയിലൂടെ ഇറങ്ങി ഓടിയ രാജേശ്വരി മെയിൻ റോഡിലേക്ക് കയറിയതും വിജനമായ റോഡ് കണ്ട് ആകെ പരിഭ്രമിച്ചു. ഈശ്വര, ഞാനിപ്പോ എങ്ങനെയാ ഹോസ്പിറ്റലിൽ നിന്ന് എത്തുക? സഹായിക്കണേ ദേവി. അവൾ കൈകൾ കൂപ്പി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് ഒരു പ്രകാശം തട്ടിയതും അവൾ ഞെട്ടിലോടെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കി. ദൂരെ നിന്ന് വരുന്ന ആ വണ്ടിയുടെ പ്രകാശം കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ റോഡിന്റെ മുന്നിലേക്ക് കയറിയുന്നുകൊണ്ട് ആ വണ്ടിയുടെ നേർക്ക് കൈകൾ കാണിച്ചു. ഒരു വെളുത്ത കളർ മാരുതി കാർ തന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതും അവൾ ഡ്രൈവർ സീറ്റിനരികിലേക്ക് ചെന്നു. ഏകദേശം 30 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നത്. എന്നെ ഒന്ന് സഹായിക്കാമോ സർ? എന്നെ ഒന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകാമോ? അവളെ അയാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് കിതപ്പോട് ചോദിച്ചു. അയാൾ ഒരു നിമിഷം അവളെ നോക്കി. ഒരു അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ണുനീരൊക്കെ കണ്ടുകൊണ്ടാവും അയാൾ പെട്ടെന്ന് തന്നെ അവളെ കാറിലേക്ക് കയറ്റി. നിമിഷങ്ങൾക്കകം ആ കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. ഹോസ്പിറ്റലിൽ ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുവാണോ? പെട്ടെന്ന് അയാളുടെ ചോദ്യം കേട്ടതും മറ്റെന്തോ ചിന്തയിലായിരുന്ന രാജേശ്വരി ഞെട്ടലോടെ അയാളെ നോക്കി. അയാൾ അപ്പോഴും ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റിയറിംഗിൽ താളം പിടിക്കുന്നുണ്ട്. എന്താ? ആൾ വിറയലോടെ ചോദിച്ചു. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഹോസ്പിറ്റലിൽ തന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും സുഖമില്ലാതെ കിടക്കുകയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അയാൾ ചോദിച്ചു. അവൾ ആ ചോദ്യം മനസ്സിലൊരു വട്ടം ഉരുവിട്ടു. തന്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അതേന്ന് തന്നെയായിരുന്നു അവളുടെ മറുപടി. ഹോസ്പിറ്റൽ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നത് തന്റെ പ്രിയപ്പെട്ടവന്റെ കുഞ്ഞാണ്. അപ്പോൾ അവൾ തന്റെയും കുഞ്ഞ് തന്നെയാണ്. അവൾ മനസ്സിൽ പറഞ്ഞു, എന്റെ കുഞ്ഞ്. എന്തുകൊണ്ട് ആ സമയം അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. അത് കേട്ടത് അയാളൊന്ന് പുഞ്ചിരിച്ചു. തോന്നി? അയാൾ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ മുഖമുയർത്തി നോക്കി. അല്ല, തന്റെ ഈ വെപ്രാളവും പരവേശം കാണുമ്പോൾ തന്നെ അറിയാം ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണെന്ന്. അതുപോലെ പാതിരാത്രി ആരാണെന്ന് പോലും അറിയാത്ത എന്റെ കൂടെ വരാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെയല്ലേ? അയാൾ പറഞ്ഞിട്ട് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിന് അവൾക്ക് കഴിഞ്ഞില്ലെന്നതായിരുന്നു സത്യം. ആ, അത് പോട്ടെ, കുഞ്ഞിനെന്താ അസുഖം? കൂടാതെ നിൽക്കുന്നത് കുഞ്ഞിന്റെ അച്ഛനാണോ? അതിനൊരു മോളിൽ മാത്രമായിരുന്നു അവളുടെ മറുപടി. അവളുടെ താല്പര്യമില്ലായ്മ കണ്ടുകൊണ്ടോ എന്തോ അവളോട് പിന്നീടൊന്നും ചോദിക്കാൻ അയാൾ മുതിർന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ വണ്ടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പായിച്ചു. സിറ്റി ഹോസ്പിറ്റലിന് മുമ്പിൽ കാർ കൊണ്ടുവന്ന് നിർത്തിയതും രാജേശ്വരി അതിവേഗം ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. താങ്ക് യു സർ. അയാളെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഹോസ്പിറ്റലിനകത്തേക്ക് ഓടിക്കയറി. പിന്നിൽ നിന്ന് അയാൾ എന്തോ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എൻട്രൻസിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു നിമിഷം അവൾ ചിന്തിച്ച് നിന്നുപോയി. ശേഷം ഏതോ ഓർമ്മയിൽ വലതുവശത്തെ ഇടനാഴി വഴി അവൾ മുന്നോട്ട് ഓടി. ലാബ് റൂമിന് മുമ്പിലെത്തിയതും അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. പാതിരാത്രി കഴിഞ്ഞുകൊണ്ട് തന്നെ ആ ഇടനാഴിയിലൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആൾ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് വേഗം മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് വരാന്തയുടെ നീളം തൂണ്ട മറവിൽ ആരോ 2 പേർ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു ഡോക്ടർ നേഴ്സാണെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്നാണ് അവരുടെ സംസാരം അവളുടെ കാതിൽ പതിഞ്ഞത്. ഓ ഷീറ്റ്, താൻ എന്ത് അബദ്ധം നാൻസി കാണിച്ച്? ഇനി നാരായണ സാറിനോട് ഞാൻ എന്തു പറയും? അയാളുടെ നാവിൽ നിന്ന് നാരായണൻ എന്ന പേര് കേട്ടതും അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. അമ്മാവനെ കുറിച്ചാണല്ലോ അയാൾ പറയുന്നത്. ഇനി അമ്മാവൻ പറഞ്ഞാൽ ഡോക്ടർ ഇയാളായിരിക്കുമോ? അവൾ അവർ നിൽക്കുന്നതിന്റെ പിന്നിലായുള്ള തൂണിന്റെ മറവിലേക്ക് പതുങ്ങി നിന്നു. അത് ഡോക്ടർ, അപ്പോഴത്തെ ടെൻഷനും വെപ്രാളത്തിനിടയിൽ പെട്ടെന്ന് എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. അയാളുടെ കൂടെ നിന്ന് നേഴ്സ് കരഞ്ഞുകൊണ്ട് പറയുന്ന കേട്ട് ആളുടെ നെറ്റി വിളിഞ്ഞു. ഇവരാരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഈശ്വര, സൂര്യന്റെ കുഞ്ഞിനെ കുറിച്ചായിരിക്കുമോ? അവർ പറയുന്ന കേട്ടുകൊണ്ടിരുന്ന രാജേശ്വരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ ശ്രദ്ധിച്ചിരുന്നു. എന്ത് തിരിച്ചറിഞ്ഞില്ലെന്ന്? അമ്മമാരുടെ അരികിലല്ലേ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. എന്നിട്ട് രേവതിയുടെ കുഞ്ഞിനെ തനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലേ? ഡോക്ടർ, അത് അവരെ 2 പേരെയും കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാ. അതാ എനിക്ക്. അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. അവർ മുഖം കുനിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഛേ, എന്നാലും തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ നാൻസി, ഓരോന്നും ശ്രദ്ധിച്ചെന്ന് ചെയ്യണമെന്ന്. ഒരബദ്ധം പറ്റിയ നമ്മൾ 2 പേരും അകത്തെടുക്കേണ്ടി വരുന്നത്. എന്നിട്ട് അതൊന്നും ഓർക്കാൻ ഇത്രയും വലിയൊരു മണ്ടത്തരം ചെയ്തു വന്ന് നിൽക്കുക. അയാൾ തൊട്ടടുത്ത തൂണിലായി മുഷ്ടിയിട്ടുകൊണ്ട് ഇടിച്ചുകൊണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. ഡോക്ടർ പ്ലീസ്. അയാളുടെ ദേഷ്യം കണ്ട് അവർ പേടിയോടെ വിളിച്ചു. ഓ ഗോഡ്.
ഇനി ഈ വിവരം നാരായണ സാർ അറിയുമ്പോഴാ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. നമുക്ക് അദ്ദേഹം പണം തന്ന് രേവതിയുടെ കുഞ്ഞിനെ കൊല്ലാനാ, എന്നിട്ട് മരിച്ച പാർവതിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞാൽ അയാൾ എങ്ങനെ പ്രതികരിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അയാളുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് തൂണിന്റെ മറവിൽ നിന്ന് രാജേശ്വരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ദൈവമേ, പാർവതി ചേച്ചിയുടെ കുഞ്ഞാണോ മരിച്ച്? ഇവരാ കുഞ്ഞിനെ കൊന്നോ? അപ്പൊ രേവതിയുടെ കുഞ്ഞ്, എന്റെ സൂര്യന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലേ? അവളുടെ മുഖത്ത് സന്തോഷമോ സങ്കടമോ അങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ തെളിഞ്ഞു വന്നു. നമ്മളിനി എന്ത് ചെയ്യും ഡോക്ടർ? പെട്ടെന്ന് ആ നേഴ്സിന്റെ ശബ്ദം വീണ്ടും കേട്ടതും ആൾ വീണ്ടും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വല്ല പോലീസ് കേസോ മറ്റോ ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതാം. പക്ഷെ ആ നാരായണ സാർ അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ തീർന്നു നമ്മുടെ ജീവിതം. അയാൾ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കഥ അതോടെ കഴിഞ്ഞു. അയാൾ ടെൻഷനോടെ പറയുന്ന കേട്ട് അവരെന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. എനിക്ക് ആ പേടിയാവുന്നു ഡോക്ടർ. ഇതൊക്കെ പുറത്താരെങ്കിലും അറിഞ്ഞാ? അതിനയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് ഓർത്തൊരു കാര്യമില്ല. തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. എന്ത് മാർഗം ഡോക്ടർ? അയാൾ പറഞ്ഞിട്ട് അവർ ഉദ്യോഗത്തോടെ വിളിച്ചു. രാജേശ്വരി അയാൾ എന്താണ് പറയുന്നതെന്നറിയാനായി ശ്രദ്ധിച്ചു നിന്നു. നാരായണ സാറ് പറഞ്ഞ അതുപോലെ അനുസരിക്കുക. ആ രേവതിയുടെ കുഞ്ഞിനെ കൂടി ഞാൻ കൊന്നുകളഞ്ഞ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബാക്കി അദ്ദേഹം നോക്കിക്കോളൂ. അയാൾ പറയുന്നതായിട്ട് തൂണ്ട് മറവിൽ നിന്ന് രാജേശ്വരി ഞെട്ടിത്തരിച്ചു പോയി. ഈശ്വര, എന്റെ കുഞ്ഞ്! ആൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തൂങ്ങിൽ ചാരി നിന്നു. പക്ഷെ ഡോക്ടർ, 2 കുഞ്ഞുങ്ങൾ ഒരേ സമയം കൊല്ലപ്പെട്ട? നാൻസി അവളുടെ സംശയം അയാളോടായി ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല നാൻസി. നമ്മളിപ്പോൾ നമ്മുടെ സേഫ്റ്റിയാണ് നോക്കേണ്ടത്. രേവതിയുടെ കുഞ്ഞ് കൊല്ലപ്പെട്ടില്ലെങ്കിൽ നാരായണ സാർ ആ നിമിഷം നമ്മൾ കൈവിടും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അയാൾ പറഞ്ഞ ജോലി കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഈ ഒരു പോം വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ പോവാ. ആരെങ്കിലും അറിയുന്നതിന് മുന്നേ നമുക്ക് അതിനുകൂടെ അങ്ങ് തീർത്ത് കളയാം. അതും പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു. ഒന്ന് ആലോചിച്ചതിന് ശേഷം അവരയാളുടെ പിന്നാലെ നടന്നു ചെന്നു. ദേവി, അവരെന്റെ കുഞ്ഞിനെയല്ലേ കൊല്ലാൻ പോകുന്നു? ഇല്ല, എന്തൊക്കെ വന്നാലും എന്റെ കുഞ്ഞിനൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ജീവൻ കൊടുത്ത് ഞാൻ എന്റെ കുഞ്ഞിനെ രക്ഷിക്കും. മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അവർ പോയ വഴിയെ മുന്നോട്ട് നടന്നു. പ്രസവം കഴിഞ്ഞ് അധിക സമയം ആവാത്തതുകൊണ്ട് തന്നെ രേവതിയെയും പാർവതിയെയും റൂമിലേക്ക് മാറ്റിയിരുന്നില്ല. അവരെ പ്രസവശേഷം കിടത്തുന്ന ലേബർ റൂമിനോട് ചേർന്നുള്ള റിക്കവറി റൂമിലായിരുന്നു കിടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നേരെ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നതെന്ന് രാജേശ്വരി മനസ്സിലാക്കിയിരുന്നു. അവൾ നോക്കി നിൽക്കെ അയാൾ റിക്കവറി റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. തൊട്ടു പിന്നാലെ തന്നെ ആ നേഴ്സും അകത്തേക്ക് കയറിയതും രാജേശ്വരി ഓടി അതിന്റെ മുന്നിലേക്ക് വന്നു. അർദ്ധരാത്രി ആയിരുന്നുകൊണ്ടും മറ്റു പ്രസവ കേസുകളൊന്നും ഇല്ലാതിരുന്നുകൊണ്ടും ആ റൂമിനകവും പുറമൊക്കെ വിജനമായി കിടക്കുകയായിരുന്നു. സൂര്യനും പാർവതിയുടെ വീട്ടുകാരും റൂമിലേക്ക് പോയതുകൊണ്ട് തന്നെ അവരോട് ഉണ്ടായിരുന്നില്ല. ഈശ്വര, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ. റിക്കവറി റൂമിന് മുമ്പിൽ നിന്നുകൊണ്ട് രാജേശ്വരി മനമൊരുക്കി പ്രാർത്ഥിച്ചു. ശേഷം പതിയെ മുന്നിലെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് നോക്കി. ഒരു നിമിഷം അകത്തെ കാഴ്ച കണ്ട് അവിടെ നെഞ്ചിടിപ്പ് ഉയർന്നു. മയങ്ങിക്കിടക്കുന്ന രേവതിയുടെ അരികിലായി കിടന്നുറങ്ങുന്ന പിഞ്ചു കുഞ്ഞിന്റെ മുഖത്തേക്ക് കൈയമർത്താൻ ശ്രമിക്കുന്ന ആ ഡോക്ടറെയാണ് കാണുന്നത്. ആ നിമിഷം അവളുടെ ശ്വാസം നിലച്ച പോലെ തോന്നിപ്പോയി. അരുത്! അവളൊരു അലർച്ചയോടെ അകത്തേക്ക് ഓടിക്കയറി. പെട്ടെന്ന് പിന്നിൽ നിന്ന് അലർച്ച കേട്ടും കുഞ്ഞിന്റെ മുഖത്തേക്ക് കൈയമർത്താൻ ശ്രമിച്ച ഡോക്ടർ നേഴ്സ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. രാജേശ്വരി ഓടി വന്ന് രേവതിയുടെ അരികിൽ കിടക്കുന്ന കുഞ്ഞിനെ തന്റെ കൈകൾ കൊണ്ട് വാരിയെടുത്ത് പൊതിഞ്ഞു പിടിച്ചു. തൊട്ടുപോരുതെന്റെ കുഞ്ഞിനെ! കുഞ്ഞിനെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അവരുടെ നേരെ അലറി. നിങ്ങൾക്കൊരു ഡോക്ടറാണോ? എന്ത് വില കൊടുത്തൊരു ജീവൻ രക്ഷിക്കേണ്ട നിങ്ങൾ തന്നെ പണത്തിന് വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുക്കാൻ ശ്രമിക്കുന്നു. മനസ്സാക്ഷി എന്നൊന്നും ഉണ്ടോ നിങ്ങൾക്ക്? കുഞ്ഞിനെ മാറോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ അവരുടെ നേരെ ചേറി. അത് പെട്ടെന്ന് രാജേശ്വരി അവിടെ കണ്ടതും അവരൊന്ന് പകച്ചുപോയി. മനക്കല ഗോവിന്ദവർമ്മയുടെ മകളാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ നിമിഷം അവളെ എതിർക്കാനോ അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ അവർ കഴിയുമായിരുന്നില്ല. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ നീയൊന്നും ഡോക്ടറിന്റെയോ നേഴ്സിന്റെയോ പദവിക്ക് അർഹരല്ല. ഇറങ്ങി പോവിടുന്ന്! ആൾ വാതിൽ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറിയതും അവരെന്ത് ചെയ്യണമെന്നറിയാൻ നിന്നുപോയി. സൂര്യമംഗലത്തെ സൂര്യനാരായണന്റെ മകളെയാ നീയൊക്കെ കൂടി കൊല്ലാൻ ശ്രമിച്ച്. ഇവളുടെ അച്ഛൻ ഈ വിവരം അറിയുന്ന നിമിഷം പിന്നെ നീയൊന്നും പുറലോകം കാണില്ല. കൊന്നു തള്ളു ആ മനുഷ്യൻ. ഓർത്തു വെച്ചോ നീയൊക്കെ. അതിന് അവനീ വിവരമൊക്കെ അറിഞ്ഞാലല്ലേ മോളെ. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ അവരുടെ നേരെ അലറിയതും ആ നിമിഷം വാതിൽക്കിൽ നിന്ന് മറ്റൊരു മുറുകിയ സ്വരം കേട്ട് 3 പേരും ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. അമ്മാവൻ വാതിൽക്കിൽ ഇരുകൈകളും താങ്ങി തന്നെ രൂക്ഷമായി നോയിക്കൊണ്ടിരിക്കുന്ന നാരായണവർമ്മയും തൊട്ടുപുറകിലായി നിൽക്കുന്ന ഗോവിന്ദവർമ്മയും കണ്ട് അവൾ പകച്ചുപോയി. രാജേശ്വരി നോക്കി നിൽക്കെ നാരായണനും ഗോവിന്ദനും അകത്തേക്ക് കയറി വന്നു. നാരായണൻ നേരെ ആ ഡോക്ടറുടെ മുന്നിലേക്ക് വന്നു നിന്നു. നിനക്കൊക്കെ ഞാൻ കാശ് വാരി തന്ന ഈ നശിച്ചവളുടെ കുഞ്ഞിനെ കൊന്നുകളയാനാ. അതിനു പകരം നീയൊക്കെ പോയി മറ്റവളുടെ കുഞ്ഞിനെ കൊന്നിരിക്കുന്നു. നീയൊക്കെ എവിടെ നോക്കിയാടാ ഓരോന്നും ചെയ്യുന്നത്? അകത്തേക്ക് കയറി വന്ന നാരായണവർമ്മ ഡോക്ടറെ നേരെ ചീറിക്കൊണ്ട് ചെന്ന് അയാളൊന്ന് പകച്ചു. അത് സാർ, ഞങ്ങൾ പെട്ടെന്നുള്ള ടെൻഷനിൽ വെപ്പറതിനിടയിൽ കുഞ്ഞുങ്ങൾ മാറിപ്പോയതറിഞ്ഞില്ല. അയാളുടെ മുഖത്തെ ക്രൂരഭാവം കണ്ടതും ആ ഡോക്ടർ തലകുനിച്ചുകൊണ്ട് ഭയത്തോടെ പറഞ്ഞു. അതിന് മറുപടിയായി അയാളൊന്ന് അമർത്തി മൂളി.
ശേഷം രാജേശ്വരിയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് നാരായണവർമ്മ അവിടെ കയ്യിലിരുന്ന കുഞ്ഞിനെ നോക്കി. അത് കഴിഞ്ഞ് കട്ടിൽ മയങ്ങിക്കിടക്കുന്ന രേവതിയെയും. രേവതിയെ നോക്കി അയാളുടെ കണ്ണുകൾ മുറുകുന്നതും മുഖം വലിഞ്ഞു മുറുകുന്നതെല്ലാം രാജേശ്വരി ഒരു തരം ഭയത്തോടെ നോക്കിയിരുന്നു. അയാളുടെ കണ്ണുകൾ വീണ്ടും രാജേശ്വരിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ നേർക്കേണ്ടതും അവൾ ആ കുഞ്ഞിനെ തന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. അത് കണ്ടതും അയാൾ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. മോൾ അതിനെത്ര പൊതിഞ്ഞു പിടിച്ചിട്ടൊരു കാര്യമില്ല. സൂര്യമംഗലത്തെ അവകാശിയായിട്ട് ഒരിക്കലും ഈ കുഞ്ഞ് വളരില്ല. അതിന് ഈ നാരായണവർമ്മ അനുവദിക്കില്ല. പിന്നെന്തിനാ മോള് വെറുതെ കഷ്ടപ്പെടുന്നത്? അയാൾ പറയുന്ന കേട്ടുവെങ്കിലും അതിന് മറുപടിയൊന്നും പറയാതെ രാജേശ്വരി അയാളെയും ഗോവിന്ദനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.